ന്യൂയോർക്കിൽ വെച്ച് പ്രോ ലൈഫ് പ്രവർത്തകയെ അബോർഷനെ പിന്തുണയ്ക്കുന്ന ഒരു യുവതി പരസ്യമായി ആക്രമിച്ചു. പ്രോ ലൈഫ് ആക്ടിവിസ്റ്റായ സവാന ക്രാവൻ ആൻഡോ പൊതുനിരത്തിൽ സംഘടിപ്പിച്ച ഒരു അഭിമുഖത്തിനിടയിലായിരുന്നു ഈ സംഭവം. ഗർഭചിത്രത്തെ പിന്തുണയ്ക്കുന്ന ഒരു യുവതിയുമായി നടത്തിയ അഭിമുഖത്തിനിടെ ഇവർ പെട്ടെന്ന് വളരെ ദേഷ്യത്തോടെ സവാനയുടെ മുഖത്ത് ആഞ്ഞടിക്കുകയായിരുന്നു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ലൈവ് ആക്ഷൻ എന്ന പ്രോ ലൈഫ് മാധ്യമത്തിന് വേണ്ടി ആശയങ്ങൾ തത്സമയം റിപ്പോർട്ട് ചെയ്യാൻ നിയോഗിക്കപ്പെട്ട അവസരത്തിലായിരുന്നു സവന്നയ്ക്ക് മർദ്ദനമേറ്റത്. മർദ്ദനത്തിന് ശേഷം രക്തമൊഴുകുന്ന മുഖവുമായി നിൽക്കുന്ന സവന്നയ്ക്ക് നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തുന്നലിടേണ്ട മുറിവുകൾ മുഖത്തുണ്ടായിരുന്നതിനാൽ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. നിലവിൽ ഗുരുതരമായി പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് സവന്ന ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. സ്വന്തം യൂട്യൂബ് ചാനലിന് വേണ്ടിയും മറ്റുള്ള പ്രോ ലൈഫ് സംഘടനകൾക്ക് വേണ്ടിയും സമാനമായ തെരുവ് അഭിമുഖങ്ങൾ ഇതിനു മുൻപും താൻ നടത്തിയിട്ടുണ്ടെന്ന് സവന്ന പറഞ്ഞു. വളരെ ശക്തമായി അബോർഷനെ അനുകൂലിക്കുന്ന ഒരു സ്ത്രീയെയായിരുന്നു ഞാൻ ഇത്തവണ അഭിമുഖത്തിനായി തിരഞ്ഞെടുത്തത്. എന്നാൽ അബോർഷൻ കൊലപാതകത്തിന് തുല്യമല്ലേ എന്ന എൻ്റെ വാദത്തോട് ആ സ്ത്രീ യോജിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അബോർഷൻ അവകാശമാണെന്ന രീതിയിൽ അവർ പരാമർശിച്ച ഒരു ഉദാഹരണത്തെ ചോദ്യം ചെയ്തപ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി അവർ ആക്രമിച്ചത്, സവന്ന പറഞ്ഞു. ആക്രമിച്ച ശേഷം ഓടി രക്ഷപ്പെട്ട ആ സ്ത്രീയെ പോലീസ് തിരയുന്നുണ്ടെങ്കിലും ഇവരെ അറസ്റ്റ് ചെയ്തോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. എന്നാൽ അതേക്കുറിച്ച് സവന്നയോട് ചോദിച്ചപ്പോൾ നൽകിയ ഉത്തരമാണ് ഏവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. അവരെ അറസ്റ്റ് ചെയ്തോ എന്നെനിക്കറിയില്ല, പക്ഷേ ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിലൂടെ അവളിൽ പരിവർത്തനമുണ്ടാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതായിരുന്നു സവന്നയുടെ പ്രതികരണം.